ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഒറ്റപ്പാലത്ത് മോഷണ പരമ്പര തുടരുന്നു. NSS സ്കൂളിന്റെ പൂട്ട് തകർത്ത മോഷണം. ജനങ്ങൾ കടുത്ത ഭീതിയിൽ. ഒറ്റപ്പാലം നഗരത്തെയും പരിസര പ്രദേശങ്ങളെയും വിറപ്പിച്ച് മോഷണ പരമ്പര തുടരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും വീടുകളിലും നടന്ന കവർച്ചകൾക്ക് പിന്നാലെ ഇത്തവണ മോഷ്ടാക്കൾ ലക്ഷ്യമിട്ടത് വിദ്യാലയത്തെയാണ്. ഒറ്റപ്പാലം NSS സ്കൂളിലാണ് ഏറ്റവും ഒടുവിലായി മോഷണം നടന്നത്. പ്രധാനാധ്യാപികയുടെ മുറി, UP കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ്, ലേഡീസ് സ്റ്റാഫ് റൂം എന്നിവിടങ്ങളിലെ പൂട്ടുകൾ തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. സയൻസ് ലാബിലെ അലമാരയെ സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള മൈക്രോസ്കോപ്പ് കവർന്നു. കമ്പ്യൂട്ടറുകൾ നേരത്തെ മാറ്റിയിരുന്നതിനാൽ വലിയ നഷ്ടം ഒഴിവായി. അലമാരകളിലെ രേഖകളും സാധനങ്ങളും വാരി വലിച്ചിട്ട നിലയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മീറ്റ്നയിൽ വയോധികയുടെ മാല കവർന്നതും പത്തിരിപ്പാലയിൽ കുഞ്ഞിന്റെ മാലയടക്കം പിടിച്ചുപറിച്ചതും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. വന്ന് കണ്ടപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ റൂമാണ് പൊളിച്ചിടിക്കാനുള്ളത്. അപ്പോൾ എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ HMസിൻ്റെ റൂമിൻ്റെ അകത്ത് അലമാരിയും അതുപോലെ തന്നെ താഴൊക്കെ പൊളിച്ചിട്ട്, അതുപോലെ തന്നെ ട്രെയിനിങ്സിന് സെപ്പറേറ്റ് ഒരു റൂമുണ്ടായിരുന്നു, അതിൻ്റെ താഴും ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറച്ച് നാൾ മുമ്പ് ലാപ്ടോപ്പ് വെച്ച് എക്സാം ഡ്യൂട്ടി ആയിട്ട് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സയൻസ് ലാബാണ്, അത് ഓൾറെഡി പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴെ മാറ്റി കിടക്കുന്നുണ്ടായിരുന്നു. മൈക്രോസ്കോപ്പ് പോയിട്ടുണ്ട് അതിൻ്റെ അകത്തുനിന്ന്. സിസ്റ്റം ഉണ്ടാകാതിരുന്നത് ഭാഗ്യം. കാരണം SSLCയുടെ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ മെയിൻ ലാബിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് പോയില്ല, അല്ലെങ്കിൽ 6 കമ്പ്യൂട്ടർ സിസ്റ്റം പോയാണ്, ലാപ്ടോപ്പ് പോയാണ്. അടച്ചിട്ട വീട്ടിൽ നിന്നും 5 ലക്ഷത്തിന്റെ ആഭരണങ്ങൾ കവർന്ന സംഭവത്തിലും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. മോഷണങ്ങൾ പതിവായിട്ടും പ്രതികൾ വലയിലാകാത്തത് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. NSS സ്കൂളിലെ സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ഡെസ്ക് CCV.